അവർ പ്രതീക്ഷിച്ചത് പിണറായി വിജയന്റെ 5 കൊല്ലം കഴിഞ്ഞു, തീർന്നു. അങ്ങനെയാണ് പണ്ടേയുള്ള ഒരു പാരമ്പര്യം. 5 കൊല്ലം LDF കഴിഞ്ഞാൽ പിന്നെ UDF ആണ്. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യത്തോട് അവസാനിച്ചു. 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും UDF വരും. അതിന് മാധ്യമങ്ങളാകെ ചേർന്ന് വലിയ രീതിയിലുള്ള പ്രചാരവേല നടത്തി. അവർ ശക്തമത്തായ രീതിയിലുള്ള പിന്തുണ നൽകി. കേന്ദ്ര ഏജൻസികൾ 5-8 കേന്ദ്ര ഏജൻസികളുടെ വട്ടമിട്ട് കറങ്ങി. എന്നിട്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എത്രയെത്ര കഥകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. അവിടെ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒറ്റ സീറ്റേ കിട്ടിയിട്ടുള്ളൂ, ആലപ്പുഴ മാത്രം. അപ്പോൾ അവർ കണക്ക് കൂട്ടി. ഓരോ നിയോജക മണ്ഡലത്തിന്റെയും കണക്കെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ 123 മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്, 123 മണ്ഡലത്തിൽ അസംബ്ലിയിൽ. അപ്പോ പിന്നെ പിണറായി വിജയന്റെ അന്ത്യം വന്നിരിക്കുന്നു, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്നാണ് അവർ ധരിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 123 സീറ്റിലെ ഭൂരിപക്ഷം മാറി. 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി. ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 2ാം ടേം അധികാരത്തിൽ വന്നു സഖാവ് പിണറായി. ഇപ്പോഴും 2ാം ടേം കഴിഞ്ഞു. ഇനിയിപ്പോഴും കണക്ക് കൂട്ടുന്നത് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 123 കിട്ടിയിട്ടില്ലെങ്കിലും 111 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും വരും. മാത്രമല്ല, കോൺഗ്രസുകാർ യോഗം ചേരുന്നതിന്റെ ഭാഗമായിട്ട് അമർഷത്തോടെ ഒരു കോൺഗ്രസുകാരൻ പ്രസംഗിച്ചത്, ഞങ്ങൾക്ക് ഇനിയും 3ാം ഘട്ടത്തിലും പ്രതിപക്ഷത്തിരിക്കാനാവില്ല. അതിന്റെ ഏറ്റവും വലിയ ആളുകളാണ് ലീഗ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് കിടക്കുകയാണ്. SDPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും തെറ്റായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ മുഴുവൻ ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വരികയാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിന് ഈ വർഗീയ ശക്തികളുമായിട്ട് ഒപ്പം നിൽക്കാൻ എത്ര കാലം സാധിക്കും? കോൺഗ്രസുകാർക്ക് എത്ര കാലം സാധിക്കും? ഒരു ബാങ്കിന്റെ പ്രശ്നം മാത്രമല്ല, നയപരമായ നിരവധി പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ആയിരക്കണക്കിന് കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പുതിയ കാലം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അനുഭവം.